കാൽവരിയിൽ കുരിശിൽ കാണുന്ന ദൈവസ്നേഹം ദൈവകുമാരനല്ലോ എൻ പേർക്കു യാഗമായി ദൈവകുമാരനല്ലോ എൻ പേർക്കു യാഗമായി പാപികളെ രക്ഷിപ്പാൻ പാപം ചുമന്നൊഴിപ്പാൻ പാപപരിഹാരത്തിൻ യാഗമായി തീർന്ന നാഥ പാപപരിഹാരത്തിൻ യാഗമായി തീർന്ന നാഥ ഇന്നും എന്നും ശരണം രക്ഷകന്റെ ശരണം ഒന്നുമതിൽ നിന്നെന്നെ നീക്കുകില്ലന്ത്യം വരെ ഒന്നുമതിൽ നിന്നെന്നെ നീക്കുകില്ലന്ത്യം വരെ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ അപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവേ. അതിമനോഹരമായ ഒരാഴ്ചവട്ട കാലം കൂടെ ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഒരു പുതിയ മാസത്തിൻ്റെ 10ാമത്തെ ദിവസത്തിലേക്ക് വീണ്ടും ഞങ്ങൾ പ്രവേശിച്ചു കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകിത്തരേണ്ടതിനായി അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരാത്മദേഹികളൊക്കെയും ബലപ്പെടുമാറാകണം. ഞങ്ങളുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും സൗഖ്യമാകുമാറാകണം. ഇന്ന് പകൽക്കാലം വരാമായിരിക്കുന്ന ആപത്തനത്തിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണം. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കുമാറാകണം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടപ്പാ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. ദൂരത്തും ചാരത്തുമായി അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവേ. ആയിരിക്കുന്ന ഇടം അവസ്ഥകളൊക്കെ സ്വർഗത്തിലെ അപ്പച്ചൻ അറിയുന്നല്ലോ അപ്പാ. നിന്റെ മക്കളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ടത് നിശ്ചയമാണല്ലപ്പാ. വിശ്വാസത്തോടെ അവിടുത്തെ പാദപിടം ചാർന്നിരിക്കുന്നവരാരും ലജ്ജിച്ചുവാൻ ഒരു നാളിന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ കർത്താവേ. തൻ്റെ മക്കളെയെല്ലാം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിലൊന്ന് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാ. ഞങ്ങൾക്ക് ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുകയാ. അവരുടെ ഭാവിയെ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. അവരുടെ വിദ്യാഭ്യാസം ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. അപ്പോൾ നീ അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ജോലിയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന കൊച്ചു തലമുറകളുണ്ടപ്പാ. ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാടുകൾ, അയൽ കുടുംബങ്ങളെല്ലാം സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കട്ടെ കർത്താവേ. ഒരുപോലെ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തിന്മേലും സ്വർഗം മറുപടി അയക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയഹാലിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ചെറുതും വലുതുമായ പരീക്ഷ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇത് പരീക്ഷാ കാലഘട്ടമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെയിരിക്കണം. അവർക്ക് ബുദ്ധിയും ജ്ഞാനവും ഒപ്പച്ചം കൊടുക്കണം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം. നല്ല മാർക്കോടെ അവർ പാസ്സാകണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി ഹാലലി അവരുടെ ഭാവി ഏറ്റവും ശോഭനപരമായിട്ട് എഴുവാൻ തക്കണം സ്വർഗമിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് 10ലും 11ലും ഒക്കെ പഠിക്കുന്ന മക്കൾ, 12ൽ പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കർത്താവ് കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, OET IELTS കർത്താവ് പഠിക്കുന്ന മക്കൾ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, കമ്മിറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളെല്ലാം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. നാഥാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ദൈവത്തോട് ചാർന്നിരുന്നു കൊണ്ട് പഠിക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കുമാറാകണം. അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്തൊക്കെ എത്തിച്ചേരുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. വ്യാചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ടെന്നവിടുത്തെ വചനമാണ്. ആ വചനത്തിൽ ആശ്രയിച്ചിട്ട് കർത്താവിനോട് ബുദ്ധിയും ജ്ഞാനവും ചോദിച്ചു വാങ്ങിപ്പാൻ കുഞ്ഞുങ്ങളെയെല്ലാം സഹായിക്കുമാറാകണം.
പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന കർത്താവേ. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ കടന്നു പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവരെ സഹായിക്കണേ, അവരുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കണമേ, അവസ്ഥയറിഞ്ഞ് പ്രവർത്തിക്കണമേ, കുഞ്ഞുങ്ങളോട് മനസ്സലിവ് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നല്ല ജയത്തോടെ ഓരോ മക്കളെയും നടത്തിക്കാട്ടപ്പാ. ഹല്ലേലൂയ. ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നപ്പാ. ആരോഗ്യത്തിലും കൃപയിലും സമാധാനത്തിലും ജോലി ചെയ്ത് നല്ല പ്രതിഫലം വാങ്ങാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോലി സ്ഥാനങ്ങളിൽ ഹാലിലെ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ടപ്പാ. നീ അവരെ സഹായിക്കണമേ, ദൂതഗണങ്ങളാൽ കാവൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഈ സമയത്ത് ഹാലിലെ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ദൈവകൃപയോടുകൂടെ ജീവിപ്പാൻ തക്കണം ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ഈ സമയം ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്ന തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന മാസം ദൈവോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത പൈതങ്ങളെയൊക്കെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് വിവാഹപ്രായമായ ഞങ്ങളുടെ ആണും പെണ്ണുമായ മക്കളുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. നാഥാ, വിവാഹപ്രായം കഴിഞ്ഞ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യണമേ. എത്രയും വേഗം അവർക്ക് വേണ്ടുന്ന പങ്കാളിയെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആണ്ട് തീരുന്നതിന് മുൻപ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം കർത്താവേ. അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ടല്ലപ്പാ. അവരുടെ സങ്കടത്തിന് പരിഹാരവുമായി സ്വർഗമിറങ്ങിയ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗമൊരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം കർത്താവേ, സ്തോത്രം. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത മക്കളുണ്ട്. നിൻ്റെ സമാധാനം ഓരോ കുടുംബത്തിന്മേലും അയക്കുമാറാകണമേ കർത്താവേ. സന്തോഷത്തോടെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗ്ഗവും സ്വർഗ്ഗം ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. ആരുടെയും മുമ്പിൽ തലകുനിക്കുവാൻ അനുവദിക്കല്ല, ആരുടെയും മുമ്പിൽ കൈനീട്ടുവാൻ അനുവദിക്കല്ല. സ്വർഗ്ഗത്തിലെ അപ്പത്തിൻ്റെ വലിയ ശേഷിപ്പ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്നു കർത്താവ്. ഓരോ മക്കളെയും കഷ്ടനഷ്ടം കൂടാതെ വേണ്ടുന്നത് കൊടുത്ത് ദിനം തോറും പോഷിപ്പിച്ച് സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പുതുവർഷക്കാലം കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഐശ്വര്യങ്ങളാലും നന്മകളാലും ഓരോ മക്കളെയും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. യാത്രയ്ക്ക് ഒരുങ്ങുന്ന മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഭവനം വിട്ടിറങ്ങുന്ന നിമിഷം മുതൽ കർത്താപ്പച്ചൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടൊരു യാത്ര ചെയ്യണം കർത്താവെ. ആമേൻ. കരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, ആകാശം കയറി യാത്ര ചെയ്യുമ്പോൾ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ മുനുകരം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ നിശ്ചിത സ്ഥാനത്ത് കൊണ്ടുവന്ന് എത്തിപ്പാൻ സർവശക്തൻ അവിടുന്നാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം കരുതിക്കൊള്ളുമാറാകണം. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തോത്രം കർത്താവേ. അപ്പോൾ വാടക ഭവനങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, തലചായ്ക്കുവാൻ ഒരിടം തന്നെ മക്കൾക്ക് നൽകുമാറാകണമേ കർത്താവേ. അവർക്ക് വേണ്ടി ഭവനം ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു കർത്താവേ. അവരുടെ ഭവനത്തിൻ്റെ പണികളെ പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യം ഒരുക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ സകലതും ചെയ്തെടുപ്പാൻ കൃപ കർത്താവ് നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ സകല ആവലാദികളും പരാതികളും അപ്പച്ചൻ്റെ പാദമെടുത്ത് ഏൽപ്പിച്ചു തരിക. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉള്ളതുപോലെ കാണുന്നവൻ അറിയുന്നവൻ അവിടുന്ന് അപ്പാ. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങൾ ഭാരങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്ന ജീവിതങ്ങളുണ്ട്. അവരുടെ നടുവിൽ കഴിഞ്ഞ നാളുകളിൽ നീ ഇറങ്ങി പ്രവർത്തിച്ച ദൈവമാ. വീണ്ടും ഹാലലി അത്ഭുതങ്ങളെ ചെയ്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തോത്രം കർത്താവേ. ഈ സമയം കർത്താവേ, വേർപാട് ദുഃഖം അനുഭവിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സകലതും നഷ്ടപ്പെട്ട തെരുക്കോണുകളിലായിരിക്കുന്നവരുണ്ടപ്പാ. എൻ്റെ കർത്താവ്, നീ സകലതും നഷ്ടപ്പെട്ടതിൽ ഇരട്ടിയായി മടക്കി കൊടുക്കാൻ സർവ്വസമ്പന്നന. സമാധാനത്തോടെ ഓരോ മക്കളെയും കാത്തുകൊള്ളണമേ. സൗഖ്യത്തോടെ ഓരോ മക്കളെയും കാത്തുകൊള്ളണമേ കർത്താവേ. എല്ലാ ദുഃഖവും ഹൃദയത്തിൽ നിന്ന് സ്വർഗം എടുത്തു മാറ്റണമേ. പ്രത്യാശയോടും ദൈവകൃപയോടും ജീവിപ്പാൻ ഇടയാക്കണമേ കർത്താവേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ ദേശത്തെ കാത്തുകൊള്ളണേ. ഞങ്ങളുടെ ഹല്ലേലൂയ കർത്താവേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലയിൽ ഞങ്ങളുടെ ദേശത്തിന് മേൽ സമാധാനം വഹിക്കണമേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണമേ. ഒരു ശത്രു ഞങ്ങളെ കാണുന്നുണ്ട്, സ്വർഗം ഞങ്ങളെ മറയ്ക്കുമാറാകണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനം എഴുന്നേൽക്കട്ട് കർത്താവേ. കണ്ണുനീരോടും പ്രാർത്ഥനയോടും ജനമായിരിക്കട്ട് കർത്താവേ. ഹാലിൽ നിഷ്കളങ്കതയോടെ ദൈവഭയത്തോടെ ജീവിപ്പാൻ എല്ലാ മക്കളെയും സഹായിച്ചാട്ട് കർത്താവേ. സ്തോത്രം. അവിടുന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഹാലിലെ രോഗത്താൽ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുക. ആശുപത്രി മുറിക്കുള്ളിലായിരിക്കുന്നവരുണ്ട്, ഭവനങ്ങളിൽ കിടക്കയിലായിരിക്കുന്നവരുണ്ട് കർത്താവ്. നാളുകളായി കൈകാൽക്ക് ചലനമില്ലാതെ കിടക്കുകളിലായിരിക്കുന്ന ഓരോ പ്രിയ മക്കളെയും ഞങ്ങളൊന്ന് സമർപ്പിക്കുന്നു കർത്താവ്.
അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, കഷ്ടപ്പെടുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ടല്ലോ. നീ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. തലയ്ക്കകത്ത് വേദനയാലും മൊഴിയാലൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമുള്ള ജീവിതങ്ങളുണ്ട് കർത്താവേ. കാഴ്ചയും കേൾവിയും ഓർമ്മയും ബുദ്ധിയുമില്ലാത്തവരുണ്ട്. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. മാതാവ് ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കർത്താവേ. പനിയാൽ ചുമയാലെ ശ്വാസതടസ്സത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, തൈറോയിഡുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ, ആസ്മ രോഗികളെല്ലാം തൃക്കരങ്ങളിൽ സമർപ്പിക്കുകയപ്പാ. നീ എല്ലാവർക്കും മരുന്നും വൈദ്യനുമാകിയാൽ നന്ദിയോടെ സ്തോത്രം. അങ്ങ് തൊട്ടൊരു വകയെ തൊട്ടൊരു വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലപ്പാ. ഹല്ലേലൂയ. പൊന്നുകരമെന്ന് വെക്കണമേ. ഓരോ മക്കളുടെ പേര് പൊന്നുകരമെന്ന് വെക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്നവർ, ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്നവരെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരിക. സ്വർഗം സഹായിക്കണം, സൗഖ്യമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. എൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നുവരിക്കുന്നുള്ള വിലയേറിയ വാഗ്ദത്ത വചനത്താൽ ഓരോ മക്കളും ആ സൗഖ്യം തിരിച്ചറിയട്ടപ്പാ. അവരുടെ ശരീരം അത് അറിയട്ട് കർത്താവേ. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തട്ടപ്പാ. കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ അപ്പച്ചനാലല്ലാതെ ആർക്കും സൗഖ്യം തരുവാൻ ഞങ്ങൾക്ക് കഴിവില്ല കർത്താവേ. എൻ്റെ അപ്പനോട് മനസ്സലിവും കരുണയുമുള്ള ദൈവമാ. ഇന്നുവരെ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച ദൈവമാ. ഞങ്ങളുടെ ആപത്തിലും രോഗത്തിലും കൂടെയിരുന്ന ദൈവമാ. ശത്രു ഞങ്ങളെ വീഴുവാൻ തക്കണം തള്ളിയെങ്കിലും നിലം പരിചാകാതെ സൂക്ഷിച്ച ദൈവമാ. ഉള്ളം കരുത്തിൽ ഞങ്ങളെ വഹിച്ച ദൈവമാ. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല കർത്താവേ. എത്ര സ്തുതിച്ചാലും മതി വരില്ല കർത്താവേ. ഞങ്ങൾ പലതും മറന്നു പോകുന്നവരാപ്പാ. ഞങ്ങൾ നന്ദി കെട്ടവരും അവിശ്വസ്തരുമാണെന്ന് സമ്മതിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ വണ്ണം, ഞങ്ങളുടെ പാപങ്ങൾ ഓർക്കാതെ വണ്ണം ഞങ്ങളെ ജയകരമായി നടത്തുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. നന്ദിയുള്ള ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം എന്ന യാഗമർപ്പിക്കുന്നവനെ യഹോവയെ മഹത്വപ്പെടുത്തുന്ന അവിടുത്തെ വചനമാപ്പാ. എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുവാൻ, സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ച ഓരോ പ്രിയ മക്കളെയും അവരുടെ വിഷയത്തെ സമ്പൂർണ്ണമായി എടുത്ത പാദപിടുത്തിൽ ഈ പ്രഭാതത്തിൽ ഏൽപ്പിക്കുകയാണ്. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണം. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കുമാറാകണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് നന്ദി പറയുക. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.